ഹലോ ഗായ്സ്, വെൽക്കം ടു കുട്ടി വ്ളോഗ്സ്. ഇത് ഞങ്ങളുടെ കോപ്പൻഹാഗൻ ട്രിപ്പിൻ്റെ എപ്പിസോഡ് 2 ആണ്. ഇതിൽ ഞങ്ങൾ ജസ്റ്റ് കോപ്പൻഹാഗൻ സിറ്റി ഒന്ന് നടന്ന് കാണാനും ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റുകളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റൗണ്ട് ടവർ ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വലിയൊരു എന്താ പറയുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, വീഡിയോ തുടങ്ങാൻ പോണേ. അപ്പം കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം എപ്പിസോഡ് 1 ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഇവിടുത്തെ സൈക്കിളുകളുടെ യൂസേജിനെ പറ്റി ഒന്ന് പറയാമെന്ന്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം 19-ാം നൂറ്റാണ്ടിലെ തുടക്കം മുതൽ തന്നെ ഇവിടെ സൈക്കിൾ അവർ വളരെ ഇതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. 1892 ഇവർ ആദ്യമായിട്ട് ഇവിടെ സൈക്കിള് കണ്ടുപിടിച്ചതും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതും. ഓക്കെ, പിന്നെ ഡാനിഷ് സൈക്ലിംഗ് ഫെഡറേഷൻ 1905 ഇവർ സ്ഥാപിച്ചു. കാരണം ഇവിടെ സൈക്കിള് അവരുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ഒരു ഗവേണിംഗ് ബോഡി വേണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പം എല്ലാവരും എന്താ പറയുന്നത് സൈക്കിളുകളിൽ നിന്ന് മാറി കാറുകളിലേക്ക് ആയി. അതായത് ട്രെൻഡ് അതായിരുന്നല്ലോ, മോട്ടറൈസ്ഡ് വെഹിക്കിൾ ആ സമയത്തല്ലേ കൂടുതലായിട്ട് പുറത്തിറങ്ങാൻ നോക്കിയത്. അപ്പം അങ്ങനെ ഒരു കാറുകളിലേക്ക് മാറി. അപ്പം എല്ലാവരും സൈക്കിളുകൾ പതിയെ പതിയെ ഉപേക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ 1973 ഒരു വലിയ ഓയിൽ ക്രൈസിസ് ഉണ്ടായി ലോകം മൊത്തം. അപ്പം ഈ ഓയിൽ ക്രൈസിസ് ഉണ്ടായപ്പോഴത്തേനും എന്താ പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് സൈക്കിളുകളെ, അതായത് മീൻസ് കാറുകളെ എന്താ പറയുന്നത് എണ്ണം കുറയ്ക്കാൻ നോക്കി. കാരണം പെട്രോളിയം വേണമല്ലോ കാറുകൾ ഓടണമെങ്കിൽ. പെട്രോളിയം കുറവായതുകൊണ്ട് നമ്മുടെ കാറുകൾ ഇവർ ഒഴിവാക്കാൻ നോക്കി. അങ്ങനെ കാർ ഫ്രീ സൺഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെ സർക്കാർ നടപ്പിലാക്കി. സൺഡേ ആണല്ലോ എല്ലാവരും കൂടുതലും പുറത്തിറങ്ങാൻ നോക്കുന്നൊരു ദിവസം. അന്ന് കാർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു റൂളൊക്കെ സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനൊരു ഇതുണ്ടായപ്പോൾ ഇവിടുത്തെ ആൾക്കാർ വീണ്ടും സൈക്കിളിലേക്ക് മാറി. അപ്പം സൈക്കിളുകൾ വീണ്ടും നിരത്തിലേക്ക് എത്തിക്കാനും സൈക്കിളുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാനും ഇവിടെ ഏകദേശം ഒരു 1970കളുടെ മധ്യം ആയപ്പോൾ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടന്നു സൈക്കിളുകളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ 1975 മുതൽ 85 വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോക ലോകം കണ്ടത് വെച്ച് തന്നെ ഏറ്റവും വലിയ എന്താ ഒരു സൈക്കിൾ വിപ്ലവം തന്നെ ഉണ്ടായി. കാരണം നമ്മുടെ ഡെൻമാർക്ക് മുഴുവൻ ഒരുപാട് സൈക്കിൾ ലൈനുകൾ ഇവർ ഉണ്ടാക്കി. അങ്ങനെ സൈക്കിൾ സൂപ്പർ ഹൈവേകൾ വരെ പിൽക്കാലത്ത് വന്നു. സൈക്കിളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഹൈവേ വരെ വന്നു. ഇപ്പം ഏകദേശം 1,50,000 കിലോമീറ്റർ സൈക്കിൾ ലൈൻസ് നമ്മുടെ എന്താ പറയുന്നത് ഡെൻമാർക്കിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ കൂടുതലും ഉണ്ട്, പക്ഷേ ഇത് മെയിനായിട്ട് അവർ നോക്കുന്ന കണക്കാണ്. ഓക്കെ, അപ്പം പിന്നെ ഇവർ സൈക്കിളുകൾ യാത്രയ്ക്ക് മാത്രമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. കാർഗോ, അതായത് ചരക്കുകൾ കൊണ്ടുപോകാനും പിന്നെ ഇവിടെ ഫാമിലി ആയിട്ടുള്ളവർ കുട്ടികളെ കൊണ്ടുപോകാൻ സ്പെഷ്യലൈസ്ഡ് സൈക്കിളുകളൊക്കെ ഉണ്ട്, മോഡിഫൈ ചെയ്ത സൈക്കിളുകൾ. അതെല്ലാം ഇവിടെ അലൗഡാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ കാണിക്കാം, ഈ എന്താ ഇവിടുത്തെ സൈക്കിളുകളുടെ യൂസിൻ്റെ. പിന്നെ ഇവിടുത്തെ റോയൽ മെയിൽ വരെ, ഇവിടുത്തെ നമ്മുടെ പോസ്റ്റൽ സർവീസ് വരെ സൈക്കിളുകളാണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അവരുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി. ഇപ്പം നമ്മുടെ ഡെൻമാർക്കിൽ മുഴുവൻ ഏകദേശം 62% ആൾക്കാരും മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനായിട്ട് സൈക്കിൾ യൂസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ് കണക്ക്. അപ്പം 100 പേരെടുത്താൽ 62 പേരുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യം ആ സൈക്കിൾ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് അതുപോലെ തന്നെ ഇപ്പം അതുപോലെ ഇതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഫോസിൽ ഫ്യൂവലിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അതിലൂടെ CO2 എമിഷനും കുറച്ച് ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഒരു രാജ്യത്തിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റിന് ഒരുപാട് നല്ലത് ചെയ്യുന്നുണ്ട് സൈക്കിളിൻ്റെ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടെ ഫിറ്റ് ആയിട്ടിരിക്കാനും അസുഖങ്ങളിൽ നിന്ന് മാറാൻ നടക്കാനും പിന്നെ വിദ്യാർത്ഥികളെ സൈക്കിൾ യൂസ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സൈക്കിൾ സഹായിക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ ഇവിടുത്തെ സൈക്കിളിൻ്റെ കഥ കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് ജസ്റ്റ് ChatGPT ബാക്കിയുള്ള മെത്തേഡ് വെച്ചാണ് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ ദയവായി വീഡിയോയുടെ താഴെ കാണിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ, ഈ ഒരു വാക്ക് സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ എന്ത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന രാജ്യങ്ങളൊന്നാണ് ഡെൻമാർക്ക്.
എന്നിട്ടും അവർ എന്ത് മെയിൻറ്റൈൻഡ് ആയിട്ടാണ് സ്ട്രീറ്റ് നോക്കുന്നത് നോക്ക്. അങ്ങനെ സ്ട്രീറ്റിൽ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. അപ്പം ഇത് ഡാനിഷ് റോയൽ ലൈഫ് ഗാർഡ്സ് ആണ്. ഇത് ഇവരുടെ ഡെയിലി ആയിട്ട് നടക്കുന്ന ഒരു പരേഡാണ്. ഇത് ഇവരുടെ ഗാർഡ് പോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് ഗാർഡ്സ് മാറി പുതിയ സെറ്റ് ഓഫ് ആൾക്കാർ അങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു സെറമോണിയൽ പരേഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഇത് റോസൻബർഗ് കാസിൽ മുതൽ അമേലിയൻബർഗ് കാസിൽ വരെയാണ് നടക്കുന്നത്. പിന്നെ ഇവരാണ് നമ്മുടെ ഇവിടുത്തെ ഡാനിഷ് റോയൽ ഫാമിലിനെ ഒരു 1658 മുതൽ ഇങ്ങോട്ട് അവരുടെ ലൈഫ് ഗാർഡ്സ്, അതായത് പേഴ്സണൽ ബോഡി ഗാർഡ്സ് കേട്ടോ. അപ്പം അങ്ങനെ ആണ് അതിൻ്റെ ഒരു കഥ. ഓക്കെ, ഇവർ യൂസ് ചെയ്യുന്നത് സെറമോണിയൽ ഡ്രസ്സാണ്. നോർമൽ മിലിറ്ററി യൂസ് ചെയ്യുന്ന പോലത്തെ ഡ്രസ്സൊന്നുമല്ല. ഇവരിപ്പോഴും സെറമോണിയൽ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇവരുടെ എന്താ കൾച്ചറിനെ എത്രമാത്രം എന്താ പറയുന്ന അവർ അതൊന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അത് ഇവിടുത്തെ ഓരോ ആർക്കിടെക്ചർ നമുക്ക് കണ്ടാൽ മനസ്സിലാകും കേട്ടോ. ഇവരുടെ കൾച്ചറിനെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്, അത് എത്രമാത്രം ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഇത്ര ബിസി ആയിട്ട് കൂടി നമുക്ക് എന്താ പറയുന്നത് വളരെ ക്ലീൻ ആണ് കേട്ടോ സിറ്റി മൊത്തം. അപ്പം ഈ ഒരു നടത്തുന്ന നേരെ റൗണ്ട് ഓവറിലേക്കാണ്. റൗണ്ട് ഓവർ ഒന്ന് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം റൗണ്ട് ഓവർ പക്ഷെ ഞങ്ങൾക്ക് കയറി കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ എന്തോ ഒരു മെയിൻസ് വർക്കോ എന്തോ ആൾക്കാരെ കയറ്റി വിടുന്നില്ലായിരുന്നു. ഞങ്ങൾ ടിക്കറ്റിന് ചെന്നപ്പം അവർ ഇപ്പം കയറ്റി വിടുന്നില്ല, പോയി നാളെ രാവിലെ തൊട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ലായിരുന്നു, പിന്നെ തിരിച്ചിങ്ങോട്ട് വരാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്നുള്ള ഒന്ന് രണ്ട് ഷോട്ട് എടുത്തു. അത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു റൗണ്ട് ടവർ എന്ന് പറഞ്ഞാൽ 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയൊരു ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് കേട്ടോ. ഇപ്പം യൂറോപ്പിലുള്ളതിൽ വെച്ചിട്ട് ഓൾഡസ്റ്റ് സ്റ്റിൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒബ്സർവേറ്ററി ആണ് ഈ ഒരു റൗണ്ട് ടവർ. ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഈ കോപ്പൻഹാഗൻ സിറ്റിയുടെ ഒരു 360 വ്യൂ കാണാമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അത് കാണാൻ പറ്റിയില്ല. കാരണം നമ്മൾ മുകളിൽ കയറിയില്ലല്ലോ. അപ്പം ഓൾറെഡി കയറിയവരുടെ ഞാൻ കുറച്ച് റെഫർ ചെയ്തപ്പം അവരുടെ വീഡിയോസിനകത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞങ്ങൾ ഏകദേശം എത്താറായി കേട്ടോ. റൗണ്ട് ടവറിൻ്റെ അടുത്തേക്ക് എത്താറായി. കുറച്ചുകൂടെ നടന്നാൽ മതി. അപ്പം ഇതാണ് ആ ഒരു ജംഗ്ഷൻ കേട്ടോ, റൗണ്ട് ടവറിന് മുന്നിലുള്ള ജംഗ്ഷൻ. ഇതിൻ്റെ നേരെ എതിർവശത്താണ് റൗണ്ട് ടവർ. സുഖം ഒന്ന് മാറി നിന്ന് നോക്കുന്നുണ്ട്. അവൾ മാപ്പ് നോക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴി ഞങ്ങൾക്ക് തെറ്റിയാണ്, തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് റൗണ്ട് ടവർ. ഭയങ്കര വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. നമ്മൾ ക്യാമറ കാണുമ്പോൾ അത്ര ഇതായിട്ട് തോന്നത്തില്ല, പക്ഷെ ഭയങ്കര വലിയൊരു ബിൽഡിംഗ് ആണ്. ഇപ്പം ഇത്രയും ഇവിടുത്തെ അടുത്ത നിൽക്കുന്ന എല്ലാ ഒരു 4 സ്റ്റോറി 5 സ്റ്റോറി ബിൽഡിങ്സ് ആണ്. അതിനേക്കാളും പൊക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഹൈറ്റ് ഊഹിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവർ 360 വ്യൂ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് 2-ൽ. ബാക്കിയുള്ളത് പുറകെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കൂടെ കൂടി കേട്ടോ, നമുക്ക് അടിച്ചു പൊളിക്കാം. ഞങ്ങൾ ഞങ്ങളുടെ യാത്രകളുടെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് യുവർ വീഡിയോ. താങ്ക് യു. ബൈ.